പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി ഇ.ഡി. തട്ടിപ്പിലൂടെ പണമെത്തിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം. വിദേശ നിക്ഷേപങ്ങളുണ്ടോ എന്നതും സംശയമുണ്ട്. പ്രതി അനന്തകൃഷ്ണന്റെ 3 സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിലേക്കാണ് പാതിവില പദ്ധതി വിശ്വസിച്ച് സാധാരണക്കാരുടെ പണമെത്തിയത്. ജിജീഷ് കരുണാകരനുണ്ട് കൊച്ചിയിൽ നിന്നും. ജിജീഷ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. എന്തായാലും പാതിവില തട്ടിപ്പിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇ.ഡി. അന്വേഷണം ഊർജിതമാക്കാനാണ് നീക്കം. വിദേശ നിക്ഷേപങ്ങളുണ്ടോ എന്നതടക്കം പരിശോധന നടത്താനും പോവുകയാണ് ഇ.ഡി. ഗുഡ് മോർണിംഗ് രജനി, വീണ. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പാതിവില തട്ടിപ്പിൽ വിവിധ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം മുന്നോട്ട് പോകുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ ലോക്കൽ പോലീസും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ നടത്തിയിരുന്നുവെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ കൂടുതൽ വിശദമായി, അതായത് വിദേശത്തേക്ക് പണം എത്തിയിട്ടുണ്ടോ, വിദേശത്തേക്ക് പണം അയച്ചിട്ടുണ്ടോ എന്ന സംശയങ്ങൾ ബാക്കിയാണ്. മാത്രമല്ല, ഈ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന്, അനന്തകൃഷ്ണന്റെയും സംഘത്തിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ബിനാമി ഇടപാടുകൾ വലിയ തോതിൽ തന്നെ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബിനാമി ഇടപാടുകൾ ആരെല്ലാമാണ് നടത്തിയിട്ടുള്ളത് അതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. അങ്ങനെയാണ് ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പ്രധാനമായും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി ബാങ്കുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്, വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. അതായത് അനന്തകൃഷ്ണന് അക്കൗണ്ട് ഉള്ളതായി സംശയമുള്ള നിരവധി ബാങ്കുകൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അനന്തകൃഷ്ണൻ കഴിഞ്ഞ 1.5-2 വർഷത്തിനുള്ളിൽ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ എല്ലാം തന്നെ വിവരങ്ങളാണ് അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. അത് ഏറ്റവും വേഗത്തിൽ തന്നെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ കൈമാറണം എന്ന് ഈ ബാങ്കുകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം വിവിധ സ്ഥാപനങ്ങൾ വഴിയാണ് ഈ പണമെല്ലാം കൈമാറിയത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 3 സ്ഥാപനങ്ങൾ വഴിയാണ്, അനന്തകൃഷ്ണന്റെ 3 സ്ഥാപനങ്ങൾ വഴിയാണ് ഇത്തരത്തിൽ പണമിടപാടുകൾ നടന്നിരിക്കുന്നത്. അതിൽ പ്രൊഫഷണൽ സർവീസ് ഇന്നൊവേഷൻ ഉണ്ട്, സോഷ്യൽ ബി വെഞ്ചേഴ്സ് ഉണ്ട്, ഒപ്പം തന്നെ ഗ്രാസ് റൂട്ട് ഇന്നൊവേഷൻസ് എന്ന മറ്റൊരു സ്ഥാപനമുണ്ട്. ഈ 3 സ്ഥാപനങ്ങളിലേക്കാണ് സാധാരണക്കാരായ ആളുകൾ അവരുടെ പണം പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ 1,20,000 1,30,000 എല്ലാം ഉള്ള ഇരുചക്ര വാഹനങ്ങൾക്കായി 60,000 65,000 രൂപയും എല്ലാം തന്നെ അടച്ചിരുന്നത്. അതുകൂടാതെ രജിസ്ട്രേഷൻ ഫീസ് എന്ന പേരിൽ വലിയൊരു തുകയും ഈ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ഏതാണ്ട് 450 കോടിയോളം രൂപയിൽ പോലീസ് സംഘം പരിശോധിക്കുന്ന സമയത്ത് 4 കോടിയോളം രൂപ മാത്രമായിരുന്നു ഈ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ബാക്കി തുക എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ അത്തരം ഇടപാടുകൾ ആർക്കെല്ലാമാണ് കൈമാറിയത് എന്നത് സംബന്ധിച്ച് തന്നെയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. മാത്രമല്ല, ഈ അനന്തകൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുള്ള ആളുകളിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വ്യാപിച്ചിരുന്നു. കാരണം സാധാരണ നിലയിൽ കള്ളക്കടത്തിലൂടെ തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയ ഒരു പണമാണ്, കള്ളപ്പണമാണ്. ആ കള്ളപ്പണം കൈപ്പറ്റിയ ആളുകളും തുല്യ പങ്കാളിത്തം ആളുകൾ തന്നെയാണ്, തുല്യ പങ്കാളിത്തം തന്നെയാണ് ഈ കേസിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ ആ പണം കൈപ്പറ്റിയ, അനന്തകൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റിയ ആളുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിച്ചിരിക്കുന്നത്. നിരവധി രാഷ്ട്രീയ നേതാക്കൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കുമെല്ലാം താൻ പണം നൽകിയിട്ടുണ്ട് എന്നൊരു മൊഴി അറസ്റ്റിലായതിനു ശേഷം അനന്തകൃഷ്ണൻ പോലീസിന് നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ ആർക്കെല്ലാമാണ് പണം കൈമാറിയിട്ടുള്ളത്, അവരിൽ നിന്ന് എന്ത് കാര്യങ്ങളാണ് അല്ലെങ്കിൽ തിരിച്ച് എന്ത് സഹായങ്ങളാണ് അനന്തകൃഷ്ണന് ലഭിച്ചിട്ടുള്ളത് എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരാതിക്കാരായ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു നടപടിയിലേക്ക് കൂടി കടക്കുകയും ചെയ്തിരുന്നു ഇ.ഡി. അതിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിലെ സീഡ് സൊസൈറ്റി പ്രതിനിധികളുടെ മൊഴിയാണ് ആദ്യം രേഖപ്പെടുത്തിയത്. കാരണം ഏറ്റവും ആദ്യം പരാതികൾ ഉയർന്നതും പരാതി രജിസ്റ്റർ ചെയ്തതും അവിടെ കേന്ദ്രീകരിച്ചാണ് എന്നതുകൊണ്ട് തന്നെ അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം. ജിജീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.